ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. പുടുമോളെ ബൂച്ചേട്ടൻ കാറിൽ കൊണ്ടിരുത്തുന്നു. ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോവാണ്. ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ, ദൂരോട്ടൊന്നും അല്ല പോണത്. സോമതീരം ആയുർവേദിക് ഗ്രൂപ്പിൻ്റെ കുറച്ച് റിസോർട്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊരു ആയുർവേദ ഹോസ്പിറ്റൽ പോലെയാണ്, പക്ഷേ റിസോർട്ടിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ്. ബൂച്ചേട്ടൻ വരുന്നില്ല കേട്ടോ. നമ്മൾ സ്ഥിരം ടീമാണ് പോകുന്നത്. അനുക്കുട്ടിയും ഞാനും പുടുമോളും, അതായത് ഗേൾസ് ഒള്ളി ട്രിപ്പാണിത്. ഞങ്ങളൊരു ഗ്യാങ് ആണ്. ബോച്ചേട്ടന് ഇത്തരം യാത്രകളൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ ഞങ്ങളതിനെ നിർബന്ധിക്കാറില്ല കേട്ടോ. ബോച്ചേട്ടൻ്റെ അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ. അനുക്കുട്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അനുക്കുട്ടിക്ക് ഡ്രൈവിങ് വലിയ ഇഷ്ടമാണ്. ആൻഡ് അനുക്കുട്ടി നന്നായിട്ട് ഡ്രൈവ് ചെയ്യുകയും ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതായിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറയുമ്പോൾ അടിമലത്തുറ ബീച്ചിൻ്റെ സൈഡിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതായത് ആഴിമല ശിവ ടെമ്പിളിൽ അതിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡൊക്കെ വളരെ ഗംഭീരമാണ് കേട്ടോ. ആ ഒരു റൂട്ടിലേക്ക് പോകാൻ നമ്മൾ ഹൈവേയിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ടോളൊക്കെ കൊടുക്കണമെന്നേ ഉള്ളൂ, പക്ഷെ ഗംഭീര റോഡാണ്. അങ്ങനെ സോമതീരം എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ എത്തിയപ്പോൾ ഈവനിങ് ടൈമായി, പക്ഷെ നേരത്തെ തന്നെ ഞങ്ങൾ ഇൻഫോം ചെയ്തിരുന്നു വൈകുന്നേരമാണ് എത്തുന്നതെന്ന്. മോള് കാറിലിരുന്ന് ഉറങ്ങിപ്പോയി. എന്തായാലും നേരത്തെ പറഞ്ഞതുകൊണ്ട് അവരെല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനിയാണ് ഞങ്ങളുടെ സ്റ്റേക്കേഷൻ ആരംഭിക്കുന്നത്. ഇവിടെ എല്ലാം ആയുർവേദിക് ഹെർബ്സ് ഒക്കെ ഇവിടെ തന്നെ വളർത്തുന്നുണ്ട് അല്ലേ? രാമച്ചം കണ്ടു ഞാൻ അവിടെ. ഇവിടെ എല്ലാം ഇങ്ങനെ more than 300 plants ഉണ്ട്. എല്ലാം മെഡിസിനൽ പ്ലാന്റ്സ്. ഓക്കേ. നമ്മളിപ്പോൾ ഇതൊരു ആയുർവേദ NABH accredited ആണ്. ഓക്കേ. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഡേ ബൈ ഡേ നമ്മൾ പ്യുവർലി ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ഒരു റിസോർട്ടിന്റെ ആംബിയൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആയുർവേദ ഹോസ്പിറ്റൽ. മുന്നേക്കെ മാഡം വന്നപ്പം ഒരു റിസോർട്ടിന്റെ ഒരു ഇതായിരിക്കും അല്ലേ? ഇപ്പൊ അതൊരു ഹോസ്പിറ്റൽ, അതായത് NABH accredited ആയിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ. റിസോർട്ട് ആ ഒരു ഫെസിലിറ്റിയോടെ ആംബിയൻസിൽ മൂന്ന് പ്രോപ്പർട്ടി മനസ്സിലായി. അപ്പൊ നമ്മൾ താമസിക്കുന്ന ആ ഭാഗത്തും അത് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, ലക്ഷറിയസ് പ്രോപ്പർട്ടി. ഓക്കെ. റോസ് കളക്ഷൻ, ഇഷ്ടംപോലെ ഫ്ലവേഴ്സ്, അടിപൊളി. അപ്പം നമ്മൾ വിക്സ് ഞാൻ കണ്ടു. ഇപ്പോൾ വിക്സ്, തുളസി, മിന്റ് തുളസി. ഓ അത് ശരി. ഓക്കെ. ആഹാ, അതിൻ്റെ തൈ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ. സോമതീരം ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. അവിടേക്ക് ഇതൊക്കെ ചക്ക ഇല്ല, ഇന്ന് ഒരു മഴക്കോളുന്നേ. ചക്ക വേരിലും കഴിക്കുന്ന പറഞ്ഞാൽ നിൽക്കുന്ന. ഓക്കെ. ജാക്ക് ഫ്രൂട്ട് ഇഷ്ടംപോലെ ഇങ്ങനെ താഴേന്ന്. ആണോ? സ്റ്റാഫ് മെസ്സിൽ. ഇത് വരിക്കാണോ? ഇത് വരിക്കാണല്ലേ? നല്ല മധുരമുള്ള ആണോ? അല്ല, പക്ഷെ ഇതല്ല നല്ല മധുരമുള്ള. നോക്കുന്നു ആണല്ലേ? ആഹാ, താഴെ നിന്ന് പറിക്കാം. ഇത് പിന്നെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് വെച്ചതാണ്. സോമതീരം എന്ന് പറയുന്ന actually property we are standing in a Somathiram property. This is the mother property. Since 1985 ആണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇത് കഴിഞ്ഞ് 4 years കഴിഞ്ഞിട്ടാണ് നമ്മൾ സോമ മണൽത്തീരം സ്റ്റാർട്ട് ചെയ്യുന്നത് 1989. ഇത് ജസ്റ്റ് ബിഫോർ പാൻഡമിക്. ആയുർവേദ റോയൽ ട്രീറ്റ്. ഇത് ആയുർവേദ റോയൽ ട്രീറ്റ്. അത് കടലിനോട് ചേർന്നാണ്. 63 റൂംസ്. 2020 നമ്മൾ ഈ ലക്ഷറിയിലാണ്. അത് ഏറ്റവും ലക്ഷറിയസ് പ്രോപ്പർട്ടി ഇതാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് കടലെല്ലാം കണ്ടുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അന്ന് നോക്കാനോ കുറച്ച് ബ്ലോക്സ് നമ്മൾ ഇതിന് ആയുർവേദ ബ്ലോക്ക് എന്ന് പറയും. ഇതിലൊരു യോഗ ഹാൾ കാണാൻ പറ്റും. 4th ഫ്ലോറിൽ 2 പാർട്ടീഷൻ ആയിട്ടാണ്, അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ്. എലിവേറ്ററിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ കാണുന്നത് 2 എലിവേറ്റർ കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഇതിപ്പം നമ്മൾ ക്ലിഫിൽ 5th ഫ്ലോറാണ് ഉള്ളത്. നമ്മൾ ക്ലിഫിൽ 5th ഫ്ലോറിലാണ് നിൽക്കുന്നത്. ക്ലിഫ് 5th ഫ്ലോർ. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ പോകണം. ഈസി ആക്സസ് ആണ്. അവിടുന്ന് 3ാമത്തെ പ്രോപ്പർട്ടിയിൽ സോമ മണൽത്തീരം. ജസ്റ്റ് 5 മിനിറ്റ്. ഓക്കെ. ഇതെല്ലാം കണക്റ്റഡ് ആണ്, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് 3 പ്രോപ്പർട്ടീസിലും. പിന്നെ ഒരു ഗസ്റ്റ് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ സോമതീരം സ്റ്റേ ചെയ്യുവാണെങ്കിൽ മണൽത്തീരവും ആയുർസോമിയും അവർക്ക് പോയിട്ട് നമ്മുടെ ഫെസിലിറ്റി സർവീസ് യൂസ് ചെയ്യും. ഓക്കെ. ഓക്കെ.
അപ്പൊ അവര് ബോർ ആവില്ല, കാരണം കൂടുതൽ ഗസ്റ്റുകൾ 2 വീക്സ് ഒക്കെയാണ് ട്രീറ്റ്മെന്റ് പാക്കേജിൽ വരുന്നത്. ഓ ഇവിടെ ആയുർവേദ ഷോപ്പ് എല്ലാം ആയുർവേദ എല്ലാ പ്രോപ്പർട്ടിയിലും ഉണ്ടല്ലേ? എവറി പ്രോപ്പർട്ടി നമുക്ക് ഷോപ്പ്, ആയുർവേദ മസാജ് ഓയിൽസ്. നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഓയിൽ, ലേഹ്യം, പൗഡേഴ്സ് എല്ലാം ഓൺ ഓർ പർപ്പസിന് വേണ്ടിയിട്ട്, കമേഴ്ഷ്യൽ പർപ്പസ് അല്ല, ഓൺ പർപ്പസ്. ആയുർസോമ ആയുർവേദ റോയൽ ട്രീറ്റഡ് 63 റൂംസ്. നമ്മൾ 6 ഡിഫറെന്റ് കാറ്റഗറി റൂംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം എല്ലാ റൂംസിനും നമുക്ക് വാക്കിംഗ് ഷവർ ഉണ്ട്, ബാത്ത് ടബ് ഉണ്ട്, പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട്. 8 റൂംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ബെഡ്റൂമിനടുത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റൂംസ് ഉണ്ട്. ആയുർവേദ തെറാപ്പിസ്റ്റും ഡോക്ടേഴ്സും വന്നിട്ട് ആ റൂംസ് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യും. നമ്മൾ ഈവനിങ്ങിൽ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെയാണ് സ്റ്റേജ്. ഓക്കെ, ക്ലാസിക്കൽ ഡാൻസ്, കഥകളി സ്റ്റേജിൽ. പിന്നെ ഒരു പൂൾ ഉണ്ട് അല്ലേ, കോമൺ ആയിട്ട്. അതാണ് ഞാൻ പറഞ്ഞേ, ഓരോ പ്രോപ്പർട്ടീസിനും എല്ലാ ആക്ടിവിറ്റീസും സർവീസസും ഉണ്ട്. പൂളുണ്ട്, ഇവിടെ ആയുർവേദ സെന്റർ ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. ഓ യെസ്, നമസ്തേ, താങ്ക് യു. ഇതൊരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി, രക്ഷയില്ല. ഇങ്ങനെ ഒരു ഗ്രീനറിയും, കംപ്ലീറ്റ് ആയുർവേദം കേട്ടോ. ആയുർവേദം നമുക്കൊരു 2 ദിവസം തീരുമാനമൊക്കെ പോകാം അല്ലേ? റിലാക്സ്, റിജുവിനേറ്റ്. നല്ലൊരു ബുദ്ധനും റിസപ്ഷൻ ഏരിയ നോക്കിയാൽ നല്ല രസമുണ്ട്. ഭയങ്കര ട്രഡീഷണൽ. നേരെ കടലിനോട് ചേർന്നാണ് ഈ ഭാഗം, ഈ 3rd പ്രോപ്പർട്ടി. അപ്പോൾ ആയുർസോമയിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു. ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേ ഫോർ 2 days. റൂമിലേക്ക് പോകുന്നു. ഇത് രസമുണ്ടല്ലേ, സോ ബ്യൂട്ടിഫുൾ. വേറെ ഏതോ ഒരു ലോകത്തുകൂടി നടന്ന് പോകുന്ന ഒരു ഫീലിംഗ്. കടലിനോട് ചേർന്നാണ് കേട്ടോ ഈ സൈഡ്. അങ്ങോട്ട് നേരെ ഇറങ്ങിയാൽ കടല. നമ്മൾ എങ്ങോട്ടാണ് ഇനി പോകണ്ടേ, നടക്കണ്ടേ, ഏത് ഭാഗത്തേക്കാണ്? ദിസ് സൈഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിരിക്കുന്നു. ദിസ് വേർ വി ആർ ഗോയിങ് ടു സ്റ്റേ. നമ്മുടെ റൂമിൻ്റെ ബിൽഡിങ്ങാണ്. പൂളിനോട് ചേർന്നാണ് കേട്ടോ, തൊട്ടടുത്ത്. Bathroom ഒക്കെ മോസ്റ്റ് മോഡേൺ വിത്ത് ടബ്, ഓൾ ഫെസിലിറ്റി. രാത്രിയായി സമയം. ഞങ്ങൾ ഈവനിങ് ആട്ടോ ഇവിടെ എത്തിയപ്പോൾ 5 മണി കഴിഞ്ഞു. ചെക്ക് ഇൻ ചെയ്തു, അതെല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തു. ഇവിടെ നല്ലൊരു സ്വിങ് ഉണ്ട്, എന്ത് പറയുക, ഇങ്ങനെ. ഇത് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ ഇതിലിരുന്ന് കുറേ നേരം ജസ്റ്റ് എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഡിന്നർ ടൈമാണ്. റൂം സർവീസും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇവിടെ പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇത് ശരിക്കും അറിയാമല്ലോ, ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ പോലെ തന്നെയാണ്. അതാണ് ക്ലാസിഫിക്കേഷൻ. ഒരു റിസോർട്ടിൻ്റെ സൗകര്യങ്ങളൊന്നും ആയുർവേദിക്. അപ്പോൾ പ്യുവർ വെജാണ്, പക്ഷേ ഒരു നല്ല സ്പ്രെഡാണ്. അപ്പോൾ എന്തായാലും റൂമിൽ നിന്ന് ഇറങ്ങുന്നു. ഞങ്ങൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഓക്കെ, ജസ്റ്റ് ആ പൂളിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് റെസ്റ്റോറൻറ്റ്. ഇഫക്റ്റോടു കൂടിയാണ് വരുന്നത്. അയ്യോ, ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ നടന്ന്
Say hello. Hi. Hi. Say hi. 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 ഇത് അവിടെ വരെ ഉണ്ട്. Hi. Hi. ഇവിടെ എല്ലാം ഈ വാതാപിത്താകപം അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ അതുപോലത്തെ മെനു ആണ് ഇത്. മിൻസ്ട്രോം സൂപ്പ്, ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, പ്ലെയിൻ റൈസ്. ഓക്കെ പ്രോസോ മില്ലറ്റിൻ്റെ റൈസ്, ലെമൺ റൈസ്. സ്പെഗറ്റി പാസ്ത വിത്ത് ലെമൺ സോസ്. കാണുന്നുണ്ടോ ഇതൊക്കെ? സ്റ്റീംഡ് വെജിറ്റബിൾസ്, ക്ലസ്റ്റർ ബീൻസ് തോരൻ, കുക്കുംബർ കറി. ഓക്കെ, ചന്ന ദാൽ മസാല, സോട്ടി പൊട്ടറ്റോസ്, ബ്രിഞ്ചാൾ മസാല, റോ ബനാന തോരൻ. പ്യുവർ വെജാണ് കേട്ടോ ഇവിടെ. ഇവിടെ എല്ലാം നോൺ വെജ് ഇല്ല, ഇവിടെ അലൗഡ് അല്ല. ഐവി ഗോഡ് ഉലർത്തിയത്, അതായത് നമ്മുടെ കോവയ്ക്ക ഉലർത്ത്. പിന്നെ പനീർ മഹാരാജ, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കോംബോ ആണ്. ജിഞ്ചർ ചട്നി ഉണ്ട്, ഇഞ്ചി ചമ്മന്തി, മാംഗോ ചമ്മന്തി, വറുത്ത പപ്പടം, അതായത് റോസ്റ്റഡ് പപ്പടമാണ്, എണ്ണയിൽ വറുത്തതല്ല, എണ്ണയില്ല. പിന്നെ ഇതെന്താണ്? വീറ്റ് കഞ്ഞി. ഓ, ഗോതമ്പ് കഞ്ഞി ഉണ്ട് വേണമെന്നുള്ളവർക്ക്. പിന്നെ ലൈവായിട്ട് എന്തൊക്കെയാണ് ചെയ്തു? ഊത്തപ്പം, ചമ്മന്തി, അങ്ങനത്തെ കാര്യം. പിന്നെ പഴം അല്ലേ, കൊലയൊക്കെ തൂക്കിയിട്ടുണ്ട്. തീരാറായി. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജിലാണ്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അത് റവ ഹൽവയാണ്, ബനാന വിത്ത് നട്ട്സ് ആൻഡ് ഹണി. ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മെനു ആണ് ഇവരുടെ എല്ലാം. എള്ളുണ്ട, പിന്നെ കട്ട് വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സലാഡ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഇതൊക്കെ ഏതാണ്ടൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഗ്രീക്ക് സലാഡ്, കോൺ ടൊമാറ്റോ സാലഡ്, ലെറ്റ്യൂസ് എഗ് സലാഡ്, ഗ്രീൻ ലീഫ് സാലഡ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറേ കട്ട് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. യെസ്, എല്ലാം ഉരുളിയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഷെഫിംഗ് ഡിഷ് എന്ന് പറയുന്നതിന് പകരം ഉരുളി. താഴെ അടുപ്പിൻ്റെ അവിടെ ചെറിയ ഫ്ലെയിം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫോർക്കിൽ ഇത് നോക്കൂ. അയ്യോടാ ചക്കന്. അമ്മ ശരിയാക്കി തരാം കേട്ടോ. വെയിറ്റ്. ഹെർബൽ വാട്ടർ കുടിക്കാൻ കൊടുക്കുന്ന ചൂടുവെള്ളം. ഇതിൽ എന്തൊക്കെയാണ് വരിക? സ്റ്റാർ അനീസ്, ഏതാ വേറെന്താ? കച്ചി, അതായത് രാമച്ചോണ, കരിങ്ങാലി, സ്റ്റാർ അനീസ്, തക്കോലം, അതെല്ലാം ചേർത്താണ്. ഓക്കെ, മെഡിസിനൽ എല്ലാം ഭയങ്കര ഹെൽത്തി വേർഷനാണ് നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം. ഇനി 2 ദിവസവും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പോവാണ്. ഇതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് അതനുസരിച്ചിട്ടാണ് മെനു സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡിന്നറെല്ലാം കഴിഞ്ഞു, കൊടുമോളും കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ആയുർവേദിക് ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഒരു റിസോർട്ടിൻ്റെ ആംബിയൻസിലും അതേപോലത്തെ ഒരു എല്ലാ ഫെസിലിറ്റീസും. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്ഥലമാണ്. അതാണ് പ്യുവർ വെജല്ല. ഒരു നല്ലൊരു റിജുവിനേഷൻ ആൻഡ് ഡീടോക്സിഫിക്കേഷനൊക്കെ ഇവിടെ വന്നാൽ നടക്കും നല്ല രീതിയിൽ. ഇവിടെ എല്ലാവരും പോയിട്ട് നമ്മളെ കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ വന്നത്. ഒരു 8:30 കഴിഞ്ഞു. എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ചു, നേരത്തെ പോയി. നമ്മൾ വരുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു മലയാളിയെ പോലും നമുക്ക് കാണാൻ കിട്ടില്ല. സാധാരണ എല്ലാം തന്നെ ഫോറിനേഴ്സാണ്, പല കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. കുടുംബങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇനി നമ്മൾ പോകണം. ഇനി നമ്മുടെ മുറിയിലേക്ക്. വി ആർ ഗോയിങ് ബാക്ക് ടു അവർ റൂം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഡേ 1 വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തു. ഇനി നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ പങ്കിടാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 7 മണി. പക്ഷെ ഇവിടെ നല്ല സൺറൈസ് ആട്ടോ. കാര്യം കടലിനോട് ചേർന്ന് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു നമ്മുടെ റൂമിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ശരിക്കും ഈ മരങ്ങൾ കുറച്ച് വളർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു വിസിബിലിറ്റി കുറവായിട്ട് പോകും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കാണാമല്ലോ, കണ്ടില്ലേ? നമ്മൾ ആ ട്രാവൻകൂർ ഹെറിറ്റേജിൽ താമസിച്ചതിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ സോമതീരം, ഈ ഒരു ബ്യൂട്ടിഫുൾ ആയുർവേദിക് റിസോർട്ടും.
നല്ല കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. കാക്ക, കിളികൾ. ഇവിടെ പൂളിലെ ആൾക്കാർ രാവിലെ തന്നെ ഇറങ്ങി തുടങ്ങി. ഇവിടെ സാധാരണ ഈവനിങ് 6 മണിയാകുമ്പോൾ പൂള് ക്ലോസ് ചെയ്യും. കാര്യം അവർ നേരെ കുറച്ച് ഇത് ഫിൽറ്ററിങ്ങും ക്ലോറിനൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം റൂംസാണ്. ക്ലോക്ക് ടവറാണ് ഇവിടുത്തെ എലിവേറ്റർ ഏരിയ. ഞാനിങ്ങനെ പുറത്ത് വന്ന് അനുകുട്ടിയും മോളും ഉറങ്ങുന്നു. ഞാൻ മാത്രം പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഇരിക്കുവാണേ. കാഴ്ചകളെല്ലാം കണ്ട് രസമായിട്ട്. രാവിലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഒരു നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത്. ഇനി കുഞ്ഞുമാനൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങളിന്ന് റൂം സർവീസാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അവർ ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേക്കട്ടെ മേടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ എഴുന്നേറ്റാൽ മതിയല്ലോ. റെസ്റ്റോറൻറ്റിൽ പോകുന്നില്ല, റൂമിലേക്ക് ഫുഡ് കൊണ്ടുവരും. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇതൊരു ആയുർവേദിക് ഹോസ്പിറ്റൽ ഇൻ എ റിസോർട്ട് ഫാഷൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫുഡ് ഇവിടെ വളരെ സ്പെഷ്യലാണ്, ഭയങ്കര ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എല്ലാ സമയവും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും എല്ലാം വെജ് ആണ്. ആൻഡ് വെജ് ഓൾസോ ഏറ്റവും ഹെൽത്തി വേർഷനാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പം റൂമിൻ്റെ വെളിയിൽ രസമുണ്ട് കേട്ടോ ഇങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട്. ഇതാണ് ഇപ്പം രാവിലത്തെ കാര്യം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ചായ ആണെങ്കിലും എല്ലാം അപ്പം മതി. ഞാൻ ചായ കുടിക്കില്ല, അനുകുട്ടിക്കുള്ള ചായ അതല്ല സമയം. ഇന്ന് എന്തൊക്കെയോ പ്ലാനുണ്ട് എനിക്ക്. അതായത് ഇവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഒരു കാര്യം ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ കുറേ ഔഷധ ചെടികളൊക്കെ വന്ന വഴിക്ക് കണ്ടല്ലോ, അതെല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഇതിപ്പോൾ ആയുർ സോമയിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാം അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം അടുത്തടുത്തടുത്ത് ചേർന്ന് തന്നെയാണ്. ഒന്ന് ആയുർ സോമ, ഒരു 500 മീറ്റർ അപ്പുറത്ത് മണൽ തീരം, പിന്നെ നമ്മൾ വന്ന ആ ടോപ്പ് പോർഷൻ കാറൊക്കെ പാർക്ക് ആ ഭാഗമാണ് സോമതീരം. അപ്പോൾ ഇതെല്ലാം തന്നെ സോമതീരം ഗ്രൂപ്പ് ഓഫ് പ്രോപ്പർട്ടീസാണ്. മണൽ തീരം, സോമതീരം ആൻഡ് ആയുർ സോമ. നമ്മളിപ്പോൾ ആയുർ സോമയിൽ താമസിച്ചുകൊണ്ട് മറ്റു 2 സ്ഥലങ്ങളും കൂടി ഒരു ഓവറോൾ ഒന്ന് കാണണം എന്ന് എനിക്കുണ്ട്. അതുകൂടി ഒന്ന് നോക്കാം. എത്ര പൊക്കത്തൊന്ന് തുടങ്ങാൻ കേട്ടോ, ഇങ്ങനെ തട്ടായിട്ടത് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇത് അവിടെ നിന്നേ ഉണ്ട് കേട്ടോ. ടോപ്പ് ലെവലിൽ നിന്ന് താഴേക്കാണ് തുടങ്ങുന്നത്. ഈ എലിവേറ്റർ വഴിയാണ് നമ്മളിങ്ങനെ താഴെ എത്തുന്നത്. നടന്നു വേണമെങ്കിലും വരാം. Pudumul is relaxing. Muli. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്. അയ്യോടാ. ഓക്കേ, ആള് നല്ല റിലാക്സ് ചെയ്ത്. വാവ് പുടു, ഹായ് മോളെ. ബ്രേക്ക്ഫാസ്റ്റ് റൂം സർവീസാണ് പറഞ്ഞത്, എത്തിക്കഴിഞ്ഞു. ഇത് ഒരു ട്രേ ഫുള്ള് ഇനിയുണ്ട്. ഇവിടെയും ഒരു ഫുൾ ട്രേ. യെസ്. ഒരു മസാല ഓംലെറ്റ്, ഒരു പ്ലെയിൻ ഓംലെറ്റ്, ഊത്തപ്പംസ്, ബ്രെഡ്, ടോസ്റ്റ്, ജാം, പിന്നെന്താ ഇഡ്ലി, എഗെയിൻ ഊത്തപ്പം, പലതരം ചട്നീസ് ആൻഡ് സാമ്പാർ ആൻഡ് ബട്ടർ, പിന്നെ ചായ. അങ്ങനെ എല്ലാം എത്തിക്കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത് ഈ ഒരു സ്വിങ്ങിൽ നിന്ന് ഇറങ്ങുന്നില്ല ആള്. എത്ര വിളിച്ചാലും വെളി വരില്ല. അയ്യോ, രാവിലെ അതൊക്കെ ഇതന്നെ പരിപാടി. റിലാക്സിങ്. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. ഇവിടെ അമ്മയ്ക്ക് ടാറ്റ. അമ്മ ഇല്ലാതെ നമ്മൾ കറങ്ങാൻ പോകണം മുകളിലോട്ട്. അമ്മയ്ക്കല്ല ഉമ്മ ക്യാമറ തരും. ലെറ്റ്സ് ഗോ. ഞങ്ങൾ ട്വിന്നിങ് ആണ്. വി ആർ ഗോയിങ്. ഞങ്ങളൊരു അതെ, അതിനെക്കൂടി റിലാക്സ് ചെയ്തു. ഞാനും പുടുമോളും കൂടി. എനിക്കൊരു ആയുർവേദിക് അപ്പോയിൻമെൻ്റ് എടുത്തു, ആയുർവേദ ഡോക്ടറിൻ്റെ. ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകണം അപ്പോയിൻമെൻറ്റ് പ്രകാരം. അതിന് കടൽ കാണാം. കണ്ടോ, ഇവിടെ നോക്കിയാൽ ഈ സൈഡിൽ നോക്കിയാൽ കാണാം രസമായിട്ട്. അവിടെ മരമൊന്നും ഇല്ലാത്തതുകൊണ്ടേ അത് കാണാൻ പറ്റും. വരൂ നമുക്ക് പോയിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഞങ്ങൾ രണ്ടുപേരും ഒരേ കളർ ഡ്രസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഉച്ച സമയം 12:30. എനിക്ക് അപ്പോയിൻമെൻറ്റ് ഈ ടൈമാണ് കിട്ടിയത്. ഓക്കെ,
ഇവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉള്ള സ്ഥലമാണ്. ജസ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഒരു മസാജോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യണം. നമ്മൾ ശരിക്കും റിസപ്ഷൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ നേരെ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്കാണ് നടക്കുന്നത്. ഇതുവഴി നമുക്ക് റിസപ്ഷൻ്റെ അങ്ങോട്ട് കയറാം, കുഴപ്പമില്ല. ഇവിടെ ഫുൾ ഡോക്ടേഴ്സാണല്ലോ. ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മെയിൻ സ്ഥലത്ത് എത്തി നമ്മൾ കൺസൾട്ടേഷൻ. എല്ലാ ആയുർവേദിക് ഡോക്ടേഴ്സാണ്. എൻ്റെ ദൈവം എത്ര പേരാന്ന് നോക്കിയേ. എനിക്ക് ഏതാണ് കൺസൾട്ടേഷൻ? എവിടെയാണ്? അവിടെയാണോ? ഇവിടെ. ഓക്കെ, ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാം. നിങ്ങൾ കളിച്ചോളൂ വേണമെങ്കിൽ. ഡോക്ടർ ചന്ദ്രിക ദേവി. യെസ്, ഒരുപാട് പേരെ കണ്ടപ്പോൾ ഒരു നാണം. എല്ലാവരുമായിട്ട് കമ്പനിയാവും. ഉള്ള പേര് പറയൂ. സരസ്വതി. ഓക്കെ, ഡോക്ടർ ചന്ദ്രിക ദേവി എന്നാണ് മാഡത്തിൻ്റെ പേര്. ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ആണല്ലേ? ഓക്കെ, ഒരു സീനിയർ മോസ്റ്റും ഒരു ജൂനിയറും ഉണ്ടാവും അല്ലേ? 2 പേര്. ഓക്കെ, മറ്റേ ആളുടെ ഒരു സീനിയർ മോസ്റ്റ്. ഓക്കെ, ഒരു ഡോക്ടറും കൂടി ഉണ്ടാവും. 2 പേരാണ്, അത് ജൂനിയർ ഡോക്ടറും. ഓക്കെ. അയ്യോടാ. ഓക്കെ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, ഇത് ഇവിടുത്തെ യോഗ ഹാള്. ഓ, സോ ബ്യൂട്ടിഫുൾ. നല്ല ഒന്നാം തരം യോഗ ഹാൾ. ഇവിടെ നോക്കൂ, കടലാണ്, ഒരു സൈഡിൽ കടൽ. ഇതൊരെണ്ണം സോമതീരത്ത് വേറെ. ഇത് ആയുർ സോമയുടെ ആണ്. എല്ലാം കണക്റ്റഡാണ്. 3 സിസ്റ്റർ കൺസേൺസ് ആണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അവിടെയും പോകാം. ഭക്ഷണത്തിനാണെങ്കിലും ഈ റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാം, മണൽ തീരത്തിലേക്ക് യൂസ് ചെയ്യാം. 3 സ്ഥാപനങ്ങളിൽ യൂസ് ചെയ്യാം. ഇത് നോക്കിയാൽ കടലാണ് കേട്ടോ പുറത്തെ വ്യൂ. അയ്യോ, രസമാണ്. രാവിലെ ഏർലി മോർണിംഗ് ആയിരിക്കുമല്ലോ ഇവിടെ യോഗ ഇതൊക്കെ വരണേ അല്ലേ? താഴെ പൂള്. നമ്മുടെ റൂം അവിടെയാണ്, ആ സൈഡിൽ, പൂളിൻ്റെ സൈഡിൽ. നേരെ കാണുന്ന കടൽ. അയ്യോ, എന്ത് ഭംഗിയാ. ഇത് അഴിമലത്തുറയല്ലേ ഈ ഒരു ബീച്ച്? അഴിമലത്തുറ ബീച്ചാണ്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ശിവ സ്റ്റാച്ചു കാണാം, നന്നായിട്ട് കാണാം അല്ലേ? ഓക്കെ ഓക്കെ, അവിടെയും കൂടി പോകാം. മെഡിറ്റേഷനാണ്. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ് അല്ലേ ഇവിടെ? ഇതിങ്ങനെ. പിന്നെ ട്രീറ്റ്മെൻറ്റ് റൂംസ്, അതും കൂടി കാണാം. അതായത് ഇതൊരു പഴയ ഏൻഷ്യൻറ്റ് ടെമ്പിൾ ആൻഡ് പാലസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇതിനകത്തുള്ള പല ഫേർണിച്ചേഴ്സ് ആണെങ്കിലും വാതിൽ ഒക്കെ അത് പലയിടത്തുനിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്, പാലസുകളിൽ നിന്നും ടെമ്പിൾസിൽ നിന്നൊക്കെ. എല്ലാ ട്രീറ്റ്മെൻറ്റ് റൂംസും ഫില്ലായിരിക്കുകയാണ് എല്ലാം. അതുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ല. പക്ഷേ ഇഷ്ടംപോലെ ആഫ്റ്റർ ദിസ് ഇവിടെ പേഷ്യൻസ് ഇവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കുടിക്കാനൊക്കെ കൊടുക്കുമായിരിക്കും അല്ലേ? കരിക്കും വെള്ളം കൊടുക്കും. ഓക്കെ, അങ്ങോട്ട് നോക്കിയാൽ കടലവർക്ക് നല്ല. ഇതിപ്പോൾ ഉച്ച സമയമാണ്, ഈവനിങ് ഒക്കെ എന്ത് രസമായിരിക്കും രാവിലെയൊക്കെ. ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് റൂം കേട്ടോ, ഒത്തിരി ഉണ്ട്. പുഴു ഇതൊക്കെ കാണുന്നുണ്ടോ മോളെ? ഓ, എന്തപ്പാ അവനെല്ലാം കണ്ടിങ്ങനെ അതിശയത്തിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ ലഞ്ച് റെഡി ആയിക്കഴിഞ്ഞു. ബേഗൻ കിച്ചടി, കത്തിരിക്ക കിച്ചടി ഉണ്ട്, സ്നേക്ക് ഔട്ട് പച്ചടി ഉണ്ട്, പടവലങ്ങ പച്ചടി, കത്തിരിക്ക കിച്ചടി, ചപ്പാത്തി, യോഗട്ട്, ലിറ്റിൽ മില്ലറ്റിൻ്റെ സൂപ്പ്, ലിറ്റിൽ മില്ലറ്റ് പംകിൻ സൂപ്പ്, പ്ലെയിൻ റൈസ്, നല്ല ഓർഗാനിക് ബ്രൗൺ റൈസ്, പേൾ മില്ലറ്റ് ക്യാരറ്റ് റൈസ്, പേൾ മില്ലറ്റിൻ്റെ ക്യാരറ്റ് റൈസ്, പിന്നെന്താ സ്റ്റീംഡ് വെജിറ്റബിൾസ്, സോൾട്ടഡ് ക്യാരറ്റ് ആൻഡ് ബീൻസ് ഒക്കെ എന്താ പറയുക, ഹെൽത്തി ഫുഡാണ്. ഡ്രം സ്റ്റിക്ക് ആൻഡ് മാംഗോ കറി, ദാൽ പാലക്, റോ ജാക്ക് ഫ്രൂട്ട് പുഴുക്ക്, പച്ച ചക്കയുടെ പുഴുക്ക്, ലോങ് ബീൻസിൻ്റെ ഉലർത്ത്, പിന്നെ ഇത് നമ്മുടെ കൂമ്പ് തോരൻ, പയറും കൂമ്പും കൂടി തോരൻ, ചീരത്തോരൻ, പനീർ മഖനി, ഗൂസ്ബെറി ചട്നി, അതായത് നമ്മുടെ നെല്ലിക്ക ചമ്മന്തി, ഇഞ്ചി ചമ്മന്തി,
ജിഞ്ചർ ഗ്രാം ഗ്രീൻ ഗ്രാം തോരൻ, പയർ തോരൻ, റോസ്റ്റഡ് പപ്പടം, റൈസ് കഞ്ഞിയുണ്ട്, റൈസ് കിച്ചടി ഉണ്ട്. ദിസ് ഇസ് റൈസ് കഞ്ഞി, ദിസ് ഇസ് റൈസ് കിച്ചടി. പിന്നെ പാലട പായസം, അത് ലാക്ടോസ് എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ. പിന്നെ പാല് അലർജി ഉള്ളവർക്കതെ നല്ല പഴുത്ത ചക്കപ്പഴം, ഇത് ഇവിടെ നിന്ന് തന്നെ പഴുത്ത് ഇവരുടെ ചക്കപ്പഴം. മാമ്പഴമുണ്ട്, മോനെ ജാക്ക് ഫ്രൂട്ട്, മാംഗോ കട്ട്സ്, ഇതൊക്കെ ഇവിടെ വരുന്ന ഫോറിനേഴ്സിന് ഇതൊക്കെ ഭയങ്കര അതിശയമായിരിക്കും. നാച്ചുറൽ നമ്മുടെ ഇവിടുത്തെ ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട് സലാഡ്, ബ്രെഡ് പുഡിങ്, ആൻഡ് ഫൈനലി വാട്ടർമെലൺ സൂഫ്ലെ. എല്ലാ കാര്യമുണ്ട്. ഓക്കെ, അത് പാലില്ലാതെ ചെയ്ത സൂഫ്ലെയാണെന്ന് തോന്നുന്നു അല്ലേ, എഗ് വൈറ്റൊക്കെ ആയിട്ട്. ഓക്കെ. പിന്നെ ഇവിടെ കുറേ ആയുർവേദ സാലഡ്സ്, എഗ് സാലഡ്, ലെറ്റ്യൂസ്, ഗ്രീൻ ലീഫ് സാലഡ്, കുറച്ച് സാലഡ്സ്. ഓക്കെ, സ്ലിമ്മിങ് ജ്യൂസുണ്ട്, പിന്നെ സ്നേക്ക് ഗാർഡിൻ്റെ അതായത് പടവലങ്ങയുടെ ജ്യൂസുണ്ട്, നല്ല ഐസ് പാക്കൊക്കെ വെച്ചിട്ടുണ്ട്, മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസുണ്ട്, പിന്നെ ബട്ടർ മിൽക്ക് ഉണ്ട്. ഓക്കെ, മോര്, പിന്നെ വെള്ളം സിന്നമൺ വാട്ടർ, പട്ടയിട്ട വെള്ളം, കോറിയൻഡർ ലീവ്സ്, മല്ലി വെള്ളം, മല്ലിയില ഇട്ടിട്ട് ഫ്രഷ് മല്ലിയില, പിന്നെ ഏലക്ക വെള്ളം. ഗുഡ് ഗേൾ. ഓ ഇനി നമുക്ക് ഊഞ്ഞാലാടാം. വാവ് മോളെ, പുടുമോൾ എൻജോയ് ചെയ്തു. എന്ത് വെയിലാ, പുടുമോളുടെ മുഖമൊക്കെ ചുമന്നു. നോക്കിയാൽ വെയിലത്തൊക്കെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ തിരിച്ചെത്തി. മോനെ തിരിയണ്ട, അവിടെ എനിക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കും, ചാരിയിരിക്കും. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അപ്പോൾ ഇതേ ആര് വന്നു നോക്കൂ, അമ്മ. അയ്യോ ഭയങ്കര വെയിലാണ് അവിടെ. ആക്ച്വലി ഞാൻ കൺസൾട്ടേഷൻ മാത്രമേ ചെയ്തോളൂ, ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല. ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 7 days എങ്കിലും മിനിമം എടുക്കണം. അപ്പോൾ ഒരു ദിവസം തിരുമിയിട്ട് കാര്യമില്ല. അപ്പോൾ ജൂൺ ജൂലൈ ടൈമിൽ നല്ല സമയമാണ്, മഴക്കാലം കൂടിയാണ്. അപ്പോൾ വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരാഴ്ച വന്ന് നിൽക്കുകയാണെങ്കിൽ ഫുൾ ട്രീറ്റ്മെൻറ്റ്, മാംസക്കിഴിയൊക്കെ ആയിട്ട്. എൻ്റെ ഇഷ്യൂ വേറെ ഒന്നുമില്ല, നമ്മളൊരു ഡിസ്ക് പ്രൊലാപ്സ് കഴിഞ്ഞ് സർജറിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഒരു ടോട്ടൽ ഒരു റിജുവിനേഷൻ, ഒന്നുകൂടി കാലൊക്കെ തിരുമുക, ഹോൾ ബോഡിക്ക് ഒരു റിജുവിനേഷൻ നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കൺസൾട്ടേഷൻ. അപ്പോൾ ഡോക്ടർ വളരെ നല്ല ഡോക്ടറായിരുന്നു. മോക്കിത് മാത്രം മതി കേട്ടോ, ഭയങ്കര ഹാപ്പി. പിന്നെ ഭക്ഷണം എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ കണ്ടു. ഇനി പോയി കഴിക്കാം. ഒരു 3 മണി വരെ അവർക്ക് ലഞ്ച് ഉണ്ട്. ഞങ്ങൾ ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ പോവാം. അതെ, അതിനൊന്നും ഒട്ടും വേണ്ട, വേറെ ഫുള്ളാന്ന് പറഞ്ഞു. അല്ല 3 മണിയാകുമ്പോൾ വിശക്കും, ഒരു 2:30 കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ ഇതാണ് ഈ ഒരു ചൂടെന്ന് പറയട്ടെ, എന്താ പറയുക, കടലിൻ്റെ ഭാഗത്തേക്ക്. ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ, കടലാണേ, അങ്ങോട്ട് പോവാം. ഇപ്പോൾ വെറുതെ റിലാക്സിങ്. അപ്പോൾ ഇത് ടോട്ടലി ഒരു ആയുർവേദിക് ലഷർ ഹോളിഡേയ്സ് ആയിട്ട് നമുക്ക് വിചാരിക്കാവുന്ന കാര്യമാണ്. ഇവിടെ വരിക, കുട്ടികൾക്ക് അങ്ങനെ പ്ലേ ചെയ്യാം, അങ്ങനെ കുട്ടികളുടെ ഒരു സ്ഥലമല്ല. കുട്ടികൾ വന്ന് അവർക്ക് ഉള്ള എൻജോയ്മെൻറ്റ് പൂള് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് മോസ്റ്റ്ലി കുറച്ചുകൂടി ഒരു എന്താ പറയുക, നമുക്ക് ബോഡി റിജുവിനേഷൻ, മൈൻഡ് റിലാക്സേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലത്ത് വന്ന് ലക്ഷറിയസ് ആയിട്ട് താമസിക്കാൻ പറ്റിയ നല്ല ട്രീറ്റ്മെൻറ്റും, ഓക്കെ, ഹെൽത്തി ഫുഡും. അങ്ങനെ ഒരു പക്ഷേ ഇവിടുത്തെ ഹിന്ദുസിനെക്കാട്ടിലും ഭയങ്കര ഹിന്ദുയിസത്തിനെ എംബ്രേസ് ചെയ്യുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് പല റഷ്യൻ ഫോറിനേഴ്സും, റഷ്യൻസും, ഒരുപാട് ആൾക്കാർ. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഇവിടുത്തെ നമ്മുടെ ഒരു കൾച്ചറും നമ്മുടെ ഒരു കസ്റ്റം അതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്ത് ഇംബൈബ് ചെയ്യുന്നുണ്ട്. അവരത് നല്ലതായിട്ട് പാലിക്കുന്നുണ്ട്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് കുറവാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഭയങ്കര ഓവറാക്കാറില്ലല്ലോ. പക്ഷെ അവർക്കൊക്കെ അത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും. വെജിറ്റേറിയനിസം അങ്ങനത്തെ എല്ലാം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ടൈം ഞങ്ങൾ ഏറ്റവും അവസാനമാണ് പോകുന്നത്. 2:30 ആയി. 3 മണി വരെ ലഞ്ചുണ്ട്. വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ലാക്ടോസ് എന്ന് എഴുതിയിട്ടുണ്ടാവും ആ ബ്രാക്കറ്റിൽ. അങ്ങനത്തെ പാല്, മിൽക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ വരുമ്പോൾ. മോൾക്ക് പംകിൻ സൂപ്പും കൂടി എടുത്തിട്ടുണ്ട്. വെരി നൈസ്, ചൂട്. ഹെൽത്തി ലഞ്ച്. നമ്മളെല്ലാം ഇന്ന് 2 ദിവസത്തേക്ക് ഹെൽത്ത് ഫോക്കസ് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്.
നല്ല എന്താ പറയുക, ഇതിപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റില്ല. ചുട്ടപ്പം, പടവലങ്ങയുടെ പച്ചടിയുണ്ട്, ബ്രിഞ്ചോളിൻ്റെ ഉണ്ട്, ചക്കപ്പുഴുക്കുണ്ട്, ഇഞ്ചി ചമ്മന്തി, നല്ല ഇഞ്ചിയുടെ ടേസ്റ്റ്, വെരി നൈസ്. എല്ലാം വയറിന് ഗുണമുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വാത, പിത്ത, കഫ മുതലായ ദോഷങ്ങളുള്ളവർക്കൊക്കെയാണല്ലോ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ്. ഒന്നും അങ്ങനെ സ്പൈസി ആയിട്ടല്ല ചെയ്യുന്നത്. ഉപ്പ്, എരിവ്, ഓയിൽ എല്ലാം വളരെ കുറവാണ്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ അച്ചാറൊക്കെ മേടിക്കാം. നല്ല ചപ്പാത്തിയുണ്ട്, ഡ്രൈ ചപ്പാത്തീസ്. ഇതൊരു ചേഞ്ചിന് നല്ലതാണ്. നമ്മൾ ഭയങ്കര എപ്പോഴും ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ ഒരു ഹെൽത്തി കഴിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇവിടെയൊക്കെ നോക്കി ഇതൊരു ട്രഡീഷണൽ പാറ്റേൺ ആണല്ലോ, ഒരു കൊട്ടാരം മാതിരി. അപ്പോൾ ശരിക്കും ഇവരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ തീം എന്ന് പറഞ്ഞാൽ പാലസ് ആൻഡ് ടെമ്പിൾ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. പല കൊട്ടാരങ്ങളിൽ പൊളിച്ചതും അവിടെ നിന്ന് കൊണ്ടുവന്ന റീബിൽഡ് ചെയ്താണ്. അതുപോലെ ക്ഷേത്രങ്ങൾ, അവിടുത്തെ ഫേണിച്ചേഴ്സ്, ആർട്ടിഫാക്ട്സ്, ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയെല്ലാം ഇതെല്ലാം കാണുമ്പോൾ അറിയില്ലേ വലിയ പഴയ കൊട്ടാരങ്ങളിൽ നിന്ന് കിട്ടിയ ഭാഗങ്ങളാണ്. സോ വെരി ട്രഡീഷണൽ. ഓക്കെ, അപ്പോൾ വർഗീസ് ജോൺ സാറാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അതേ ഇവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറാണ്. എല്ലാ പ്രോപ്പർട്ടീസും എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ആയുർ സോമല്ലേ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും എലിവേറ്റർ കയറിയാണ് വന്നത്. ഇനി വീണ്ടും എലിവേറ്റർ കയറി മേളിൽ പോയിട്ട് സോമതീരത്തിൻ്റെ, അതായത് ദാറ്റ് ഇസ് എ സെൻറ്റർ പ്രോപ്പർട്ടി, നേരെ മെയിൻ പ്രോപ്പർട്ടി. അവിടെ കയറിയിട്ട് വന്ന വഴിക്ക് കുറേ കണ്ടു, കുറേ ഔഷധ കാര്യങ്ങൾ, ചെടികൾ, അങ്ങനത്തെ എല്ലാം. ഫാബിൻ്റെ ഒരു ഇതുണ്ടല്ലേ ഇവിടെ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കാശ്മീരി ഷോൾസ്, പശ്മിന എല്ലാം. ഹലോ, ഹായ് ഹായ്. ഞങ്ങൾ ഇറങ്ങി സ്ഥലം കാണാൻ പോകണു. ബാക്കി 2 പ്രോപ്പർട്ടി. ഇത് മിസ്റ്റർ സുഭാഷ്, നമ്മുടെ കോർപ്പറേറ്റ് ജനറൽ മാനേജറാണ്. താങ്ക് യു സോ മച്ച്. ഇന്നലെ നമ്മൾ കണ്ടില്ല, പക്ഷേ ഇന്ന് ഇത് മിസ് ചിത്ര മാം, കോർപ്പറേറ്റ് ജനറൽ മാനേജർ ഓപ്പറേഷൻസ്. നൈസ് ടു മീറ്റ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി, ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാണ്. നൈസ്. ഇവിടെ നോക്ക്, എന്ത് ഭംഗിയല്ലേ ഈ വൈകുന്നേരം സമയം, രാവിലെ സമയം, ബീച്ചേ. പനോറമിക് തന്നെയാണ്, നോ ഡൗട്ട്. അത്രയും നല്ലൊരു ഓക്കെ എക്സ്പീരിയൻസ് അല്ലേ അവിടെ. ഗ്രീനറി പ്ലസ് സീ വ്യൂ. That's very rare. Even in other places, you can see only the sea and the beach. Here the greenery plus. Yes, ഇത് ഭയങ്കര ഗ്രീൻ ആണല്ലോ, totally green. So the baby sir is kept everything like this. Everything very clean and mostly Ayurveda herbal plants. എല്ലാം അന്ന് വന്ന വഴിക്ക് കണ്ടു. അപ്പോൾ ഇപ്പോൾ പോകുന്ന വഴിക്ക് അത് കണ്ട് പോകാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ 2 ഈ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് കാണട്ടെ. വർഗീസ് സാർ എന്നെ കാണിച്ചു. Please give us your feedback about the food because you are more professional. ഇല്ല, ഫുഡൊക്കെ വളരെ നല്ല, ഞാൻ ഉണ്ട്. വെജിറ്റേറിയൻ പ്യുവർലി ഞാൻ പറയുകയാണ്, ഹെൽത്തി ഫുഡായിരുന്നു. ഇറ്റ്സ് വെരി ഹെൽത്തി ഫുഡ്. നമുക്കൊരു അതെ, യെസ് എക്സാക്ട്ലി, നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള. യെസ് അതും കൊള്ളാം. നല്ല ഒരു ചേഞ്ചിന് നല്ലതാണ്. നമ്മൾ വരുന്ന ഡീടോക്സിഫൈ ചെയ്യാനും ബോഡിയൊക്കെ ഒന്നുകൂടി റിജുവിനേറ്റ് ചെയ്യാം അല്ലേ. നമ്മളെപ്പോഴും മീറ്റൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കാകുമ്പോൾ ഇതൊരു വലിയൊരു ചേഞ്ചാണ്. യെസ്, വെരി ട്രൂ. അപ്പോൾ നമ്മൾ ഇനി നേരെ നടന്ന് പോകണം. നോക്കിയേ, ഇവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ കണ്ടു, മീറ്റ് ചെയ്തു. പിന്നെ എന്താ പറയുക, ഇനി നമ്മൾ നേരെ സോമതീരം, ദാറ്റ് ഇസ് എ സെൻറ്റർ പ്രോപ്പർട്ടി, ഇവരുടെ മെയിൻ പ്രോപ്പർട്ടി. നമ്മൾ വന്ന് ലാൻഡ് ചെയ്ത സ്ഥലം തന്നെ കേട്ടോ. അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ താഴേക്ക് നടന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് മണൽ തീരം, അത് അഗെയിൻ എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ അത്, അവിടേക്കും കൂടെ പോകാം. അപ്പോൾ അനുകുട്ടിയും മോളും അവിടെ ജോയിൻ ചെയ്യും. ഒരു 6 മണിയോടുകൂടി അവിടെ സൺസെറ്റൊക്കെ കാണും. അപ്പോൾ ഇത് ശരിക്കും സോമതീരം ആയുർവേദിക് ഗ്രൂപ്പ്, ഈ 3 കൂടി ക്ലബ് ചെയ്ത് വരുമ്പോൾ സോമതീരം, ആയുർസോമ നമ്മൾ താമസിക്കുന്നത്, ആൻഡ് മണൽ തീരം പോകാൻ പോണത്. സോമതീരം ആയുർവേദിക് ഗ്രൂപ്പ് ബൈ
ശ്രീ ബേബി മാത്യു. അങ്ങനെ ഞാൻ എടുത്തു പറയുകയാണ്, ഇത് ശ്രീ ബേബി മാത്യുവിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടീസാണ്. എല്ലാം പച്ചപ്പ്. കറ്റാർ വാഴയൊക്കെ അതേ ചട്ടിയിൽ നട്ടിട്ടുണ്ട് ഇവിടെ. ഇത് നോക്കിയേ, പാരിജാതം ചട്ടിയിലായിരിക്കുന്നത്, പൂത്തല്ലോ ചട്ടിയിലാണെങ്കിലും. മിനിയേച്ചർ ഇതാ പലതരം തുളസി, ആയുർവേദ ചെടികളൊക്കെ അതേ കണ്ടു തുടങ്ങി. ഞാൻ കാണാം. ദിസ് ഇസ് മുക്കുറ്റി. പിന്നെ ഈ സൈഡിലേക്ക് നോക്കിയാൽ പലതരം നെല്ലി, ചെമ്പരത്തിയുണ്ട്. ഇതെന്താണ്? മുഞ്ഞ. ഓക്കെ. ഇത് വിഷപ്പച്ചില. വിഷപ്പച്ചില എന്ന് പറയുമ്പോൾ ഈ വിഷം പാമ്പ് കടിച്ചാൽ അല്ലേ, അതിൻ്റെ ഒരു റെമഡി പോലെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ആയുർവേദിക് മരുന്നുകളുടെ പ്രധാന ചേരുവകളാണ് കേട്ടോ. അതെ, നീലക്കൊടുവേലി, നമ്മൾ പാട്ടിലേ കേട്ടിട്ടുള്ളൂ. നീലക്കൊടുവേലി പൂത്തു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ. അതെ, നീലക്കൊടുവേലി, നീലപ്പൂക്കൾ കണ്ടോ. ഇത് അമുക്കുരം ഒരു പ്രധാനപ്പെട്ട ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണ്, ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ പലതരം തുളസി ചെടികൾ. ഇത് കൂവളം, ഇത് ശിവഭഗവാന്റെ ഫേവററ്റ് മരമാണ്, ചട്ടിയിൽ നിൽക്കുന്നു കൂവളം. ഇത് മഞ്ഞൾ തുളസി അല്ലേ? 12 ടൈപ്പാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, മഞ്ഞൾ തുളസി നോക്കട്ടെ. ഒരു മഞ്ഞളുടെ ഒക്കെ ഒരു മണം വരും അല്ലേ. പിന്നെ ഇതെന്താ? ഇത് പുതിന തുളസിയാണിത്. എല്ലാം മണം പിടിച്ച് നോക്കും. പുതിനയുടെയും കൂടെ ഒരു മണം. പൂച്ച തുളസി, അയ്യോ അതെന്താപ്പാ, ഇതേ നോക്കൂ, ഇത് പൂച്ച തുളസി. പൂച്ച തുളസി, വേറെ മണം. ഓക്കെ, എൻ്റെ പേരിലുള്ള തുളസി കാണട്ടെ. ഓക്കെ, ലക്ഷ്മി തുളസി നോക്കട്ടെ, എൻ്റെ മണം നോക്കട്ടെ. നമ്മുടെ യെസ്, തുളസിയുടെ മണവുമുണ്ട്, അതിനോടൊപ്പം ഒരു ഡിഫറെൻ്റ് ഒരു മണവും കൂടി വരുന്നുണ്ട് എല്ലാത്തിനും. ഇത് രാമതുളസി, ഇത് നമ്മുടെ വളരെ കോമൺ ആണ്, ബേസിൽ ലീവ്സ്. വിക്സ് തുളസി ഒന്ന് നോക്കട്ടെ. ശരിക്കും വിക്സിൻ്റെ മണമുണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ ഒരു തൈ വേണം കേട്ടോ. പെപ്പർമെൻറ്റ് മണം വരുന്നുണ്ട്. വിക്സ് തുളസി വേണം. എൻ്റെ ലക്ഷ്മി തുളസി വേണം. അപ്പോൾ ഇവരുടെ ആയുർവേദ പ്രോഡക്റ്റ്സ് എല്ലാം അവരുടെ തന്നെ പിന്നെ ഹെർബൽ ഗാർഡൻ, ഈ കാണുന്ന മാത്രമല്ല വേറെ ഉണ്ട് ഹെർബൽ ഗാർഡൻ, അതിൽ നിന്നും എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നോക്കി, കോൽ മരൽ, ഇത് ഭയങ്കര ഫേമസ് ആണ്, കോൽ മരൽ. ഇതെന്താ? വയമ്പ്, കുട്ടികൾക്ക് നാക്കിൽ തേക്കില്ലേ, വയമ്പ്. ഇതാണ് മെയിൻ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് സോമതീരം ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിൻ്റെ മെയിൻ ഫസ്റ്റ് വൺ. അത് കയറുമ്പോൾ തന്നെ റിസപ്ഷൻ, ദെൻ മേളിൽ റെസ്റ്റോറൻറ്റ്, പിന്നെ യോഗ ഹാൾ, പിന്നെ അവരുടെ പൂളാണ് ജസ്റ്റ് താഴെ കണ്ട ഇൻഫിനിറ്റി. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ആണ്. ഓരോ റിസോർട്ടിലും ആയുർവേദ സെൻ്റർ ഉണ്ട്, ഡോക്ടേഴ്സും ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇറ്റ്സ് എ ഹ്യൂജ് ബിഗ് ബ്യൂട്ടിഫുൾ റിസപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പോവാം അല്ലേ, മണൽ തീരം. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ ജസ്റ്റ് അടുത്താണെങ്കിലും കാറിൽ കയറി പോകാമെന്ന് വിചാരിക്കണം. 500 മീറ്ററേ ഉള്ളൂ, എങ്കിലും നമ്മൾ കാറിൽ അങ്ങോട്ട് പോകും, നടക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. മണൽ തീരം പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നു. ഇവിടെ ഫുൾ കോട്ടേജസ് ആണ്. ഇത് ബീച്ചിനോട് ചേർന്നാണല്ലേ? ഓ യെസ്, സെയിം ലെവൽ. തൊട്ടപ്പുറത്താണ്, നല്ല കാറിലാവുന്നത്. താങ്ക് യു. നമസ്തേ. മണൽ തീരത്തിന്റെ റിസപ്ഷനാണ്. എല്ലാം ഇങ്ങനെ കോട്ടേജ് പോലെയാണ് അല്ലേ? എല്ലാം ഓല മേഞ്ഞതായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓല, അങ്ങനെയാണോ അതിന്റെ കോൺസെപ്റ്റ്? ഓക്കെ, ദിസ് ഇസ് ദി റിസപ്ഷൻ ഏരിയ. ഇതൊരു നല്ല രസമുള്ള ക്യൂട്ട് പ്രോപ്പർട്ടി. ബിഗ് റെസ്റ്റോറൻറ്റ്, കടൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം. ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. അയ്യോ രസമുണ്ട്, ഇറ്റ്സ് നൈസ്. ഇത് നോക്കിയത് അപ്പുറത്തെ സൈഡിലെ കടലാണ് കേട്ടോ. ഏറ്റവും കടലിനോട് ചേർന്ന് നടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ മണൽ തീരം. എവിടെ വേണമെങ്കിലും, പുറത്ത് വേണമെങ്കിലും ഇരിക്കാം. ഓ വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിക്കാം അല്ലേ? അതെ, പുറത്തോട്ടും സീറ്റിംഗ് ഉണ്ട്, വേണമെങ്കിൽ മഴയില്ലാത്ത ദിവസമൊക്കെ പുറത്തിരിക്കാം ഈവനിങ്സ്. എന്ത് രസമായിരിക്കും. ഓക്കെ, ഫുൾ കോട്ടേജസ്. എത്രയുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ കോട്ടേജസ്? 61, 61 കോട്ടേജസ്. ഓക്കെ, ആൻഡ് ആൻ ആയുർവേദിക് സെൻറ്റർ സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, യോഗ ഹാളും കൂടി ചേർത്ത്. യോഗ ആൻഡ് ആയുർവേദമാണ് ബേസ് ചെയ്യുന്നത്. ഓക്കെ, വെരി നൈസ്. ഓ ഓക്കെ, സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. ഇത് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇത് വഴി നടന്നു പോയാലേ പൂളാണ്.
രസമുണ്ടല്ലേ, നല്ല രസമല്ലേ. ഈവനിങ് ആവണം, നല്ല രസമായിരിക്കും. കടൽ കണ്ടുകൊണ്ട് പൂളിൽ കടന്ന് കാണും. വേൾഡ്സ് ഫസ്റ്റ് ആയുർവേദിക് ഹോസ്പിറ്റൽ ഇൻ എ റിസോർട്ട് ആംബിയൻസ്. ഓക്കെ, ദിസ് ഈസ് ഓൺഡ് ബൈ ശ്രീ ബേബി മാത്യു. ഓക്കെ, സോമതീരം ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് റിസോർട്ട്. ഇങ്ങനെ നടന്ന് വരുമ്പോൾ അതേ ബീച്ചിലേക്ക് ഒരു കൊട്ടിയമ്പലം പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബീച്ചിലേക്കുള്ള നമ്മുടെ ഈ റിസോർട്ടിൻ്റെ വഴിയാണ് കേട്ടോ, മണൽ തീരം കൊട്ടിയമ്പലം പോലെ. ഇതുവഴി ഇറങ്ങി നമ്മൾ ബീച്ചിലേക്ക് പോകാം. അത് സൺസെറ്റ് കാണുന്നത് ഇവിടെ നിന്നാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. ഇതൊരു അസംബ്ലിങ് പോയിൻ്റാണ്. ഡിന്നർ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റേജ് പോലെ പല കലാരൂപങ്ങളും മ്യൂസിക് അങ്ങനെയൊക്കെ ഇവർ അറേഞ്ച് ചെയ്യാറുണ്ട്. ഓപ്പൺ യോഗ നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ യോഗയുടെ ഈവനിങ് അല്ലേ സെഷൻ നടക്കുകയാണ്. ഓക്കെ, ഷോ എന്താ അല്ലേ. ഇപ്പോൾ സമയം 5:15, ഒരു 6:15 സൺസെറ്റ് ആകും. പക്ഷേ ഇവിടെ നിന്നാണ് ഏറ്റവും മനോഹരമായ സൺസെറ്റ് കാണാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ആഴിമലയിലെ ശിവഭഗവാനെ കാണാം. ആഴിമലയിലെ ബിഗ് സ്റ്റാച്യു എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത പ്രോപ്പർട്ടിയാണെന്ന് തന്നെ പറയാം അല്ലേ. ആ പാറയും ആ പാറയ്ക്കപ്പുറം ആഴിമല ക്ഷേത്രം. വേണമെങ്കിൽ ബീച്ചിലൂടെ നടന്നു പോവാം. അതായത് ഇവരുടെ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ദാറ്റ് ഈസ് സോമതീരം, ദ ഫസ്റ്റ് പ്രോപ്പർട്ടി, ദെൻ കംസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി മണൽ തീരം, ആൻഡ് ദ തേർഡ് പ്രോപ്പർട്ടി ഈസ് ആയുർ സോമ, ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ എല്ലാം ഇവിടെ കോട്ടേജസ് മാത്രമേ ഉള്ളൂ, അവിടെ റൂംസ് അങ്ങനെ വ്യത്യാസമുണ്ട് കുറച്ച്. പക്ഷേ ആംബിയൻസ് എല്ലായിടത്തും ബീച്ചാണ് ഒരു സൈഡ്. പക്ഷേ ഇവിടെയാണ് ബീച്ചിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മറ്റൊന്നും അങ്ങനെ തന്നെ ഇറങ്ങി പോകാം നമുക്ക്. അത് ഹൈറ്റ് ഇങ്ങനെ അവിടെ നിന്ന് റൂമിൽ നിന്നൊക്കെ ഉള്ള വ്യൂസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ എവിടെ താമസിച്ചാലും റെസ്റ്റോറൻറ്റ്സ് ഇതിൽ എല്ലാം കോമൺ മീൻസ് എല്ലായിടും ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഗസ്റ്റുകൾക്ക് വരാൻ പറ്റും. അപ്പോൾ സോമതീരത്ത് താമസിക്കുന്ന ഗസ്റ്റ് ആണെങ്കിലും മണൽ തീരത്തിൽ വന്ന് വേണമെങ്കിൽ ഒരു ദിവസം കഴിക്കാൻ വരണമെങ്കിൽ വരാം. അങ്ങനെ യോഗ എടുക്കണമെങ്കിൽ എടുക്കാം. അതെ, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓൾ ദ 3 സിസ്റ്റർ കൺസേൺസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണമാണ് അല്ലേ. ഇതുവഴി കപ്പൽ പോകുന്നതും കാണാം. ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ അപ്പുറമാണ് കപ്പൽ. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ വേണമെങ്കിൽ ഇവിടെയൊക്കെ ബെഞ്ചസൊക്കെ ഉണ്ട്. കടൽ കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇറങ്ങി പോകാം നമുക്ക് വേണമെങ്കിൽ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക്. നമുക്കിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകാൻ മടിയാണ്. ഇനി അങ്ങനെയൊക്കെ പോകണമെന്ന് തോന്നിയാലും ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഇതങ്ങനെയല്ല. ഇതൊരു ഹോസ്പിറ്റലിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ കിട്ടുന്നു. ഇവരുടെ ക്ലാസിഫിക്കേഷൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ്. പക്ഷേ എല്ലാ റിസോർട്ട് പോലെയാണ്. അവർക്ക് അവരുടേതായ ഫ്രീഡം, അതുപോലത്തെ ലക്ഷറി, ഇൻഡിപെൻഡൻറ്റ് കോട്ടേജസ്, എവറിത്തിങ്. പിന്നെ ടൈംലി ആയിട്ടുള്ള നാച്ചുറൽ ഫുഡ്, നമ്മുടെ ഈ എന്താ പറയുക, വാതം, പിത്തം, കഫം മുതലായ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് മരുന്ന് സേവയൊക്കെ ഉണ്ടാവില്ല. അതിനോടൊപ്പം ചേർന്ന് പോകുന്ന ഭക്ഷണം, പിന്നെ ഡോക്ടേഴ്സ്, പിന്നെ അവരെ അറ്റൻഡ് ചെയ്യാൻ വേറെ ആൾക്കാർ, എവറിത്തിങ് ഇസ്. ഇത് കൂടാതെ യോഗ. അപ്പോൾ ഒരു ദൂരെ പല സ്ഥലത്ത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാറി ഇവിടെ കംപ്ലീറ്റ് വിദേശികളാട്ടോ വന്നിരിക്കുന്നത്. ഞാനൊരു ഇന്ത്യൻ ഗസ്റ്റിനെ കണ്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ത്യൻസിനും വരാം, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വയ്ക്കാൻ പറ്റിയാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യും. ഇവിടെ ഏറ്റവും മിനിമം ഒരു 10 ദിവസം വന്ന് നിൽക്കണം എന്ന് പറയുന്നത്. ഏത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും 10 days ആയിരിക്കും ഏറ്റവും ഐഡിയൽ. ഇവിടെ വരുന്നവർ 58 ദിവസം, 30 ദിവസം, 40 ദിവസം, 20 ദിവസം പല പാക്കേജസ് ആയിട്ടാണ് വരുന്നത്. അവർക്ക് പാക്കേജസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേ പ്ലസ് ട്രീറ്റ്മെൻറ്റിന് വേറെ ഒരു എമൗണ്ട് ഉണ്ടാവും. അത് എത്രയാണെന്ന് ഞാൻ ചോദിച്ചു. അറിയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം, നിങ്ങൾ എന്നെ വിളിച്ച് നേരിട്ട് ചോദിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ അതൊരു ഇതല്ലേ ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ IT മേഖലയിലുള്ളവരാണെങ്കിലും അല്ലാതെ എല്ലാ പ്രൊഫഷനിലും അതിൻ്റേതായ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ വിദേശത്താണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപാട് വിദേശികൾ ഇവിടെ വരുന്നത്. അവരാരും ലേസി ആയിട്ട് ഇരിക്കുന്നവരല്ല, അവിടെ എല്ലാം ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കൊന്ന് ഡീസ്ട്രെസ് ചെയ്യാനായിരിക്കും വരുന്നത്, ഒന്ന് റിജുവിനേറ്റ് ചെയ്യുക, തിരിച്ചു പോവുക. അപ്പോൾ ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഫുൾ ബുക്കിംഗ് ആണ് കേട്ടോ, കിട്ടാനില്ല റൂംസൊന്നും. മുകളിൽ വ്യൂ ഉള്ളൊരു റൂം എനിക്ക് വേണ്ടി തരണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇലക്ട്രിസിറ്റിയുടെ എന്തോ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് കാരണം അതിൻ്റെ പ്രശ്നമായി. പിന്നെ ഇപ്പോൾ എല്ലാ റൂംസും ഫുള്ളാണ്. ഞാനിപ്പോൾ ഈ ആയുർവേദിക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂംസ് നോക്കാൻ പോയില്ലേ, അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആയുർ സോമയിൽ അവിടെ എല്ലാ റൂമും ക്ലോസ്ഡ് ആയിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. എല്ലാത്തിനകത്തും ഓക്യുപ്പൈഡ് ആയിരുന്നു. അപ്പോൾ അത്രയും ക്രൗഡ്, ഒരു 150ഓളം റൂംസ് ഉണ്ട്. അപ്പോൾ എന്തുമാത്രം ആൾക്കാർ ഇവിടെ വരുന്നു എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എവിടെ നിങ്ങൾ ഇന്ത്യയുടെ അകത്ത് എവിടെയാണെങ്കിലും വരാം,
ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് ഇവിടെ കൂടുതൽ വരുന്നത്. കേരളത്തിലുള്ളവർക്കും വരാം. നമുക്കൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് പൈസ സേവ് ചെയ്ത് നമുക്ക് വേണ്ടി ഒരു 10 ദിവസമെങ്കിലും മാറ്റി വെച്ചാൽ വരാം. യു ക്യാൻ റിലാക്സ്. ഞാനൊരു 2 ദിവസത്തേക്കാണ് വന്നത്. അത് തന്നെ ഒരു വലിയ റിലാക്സേഷനായിട്ട് എനിക്ക് തോന്നുന്നു. എന്ത് നല്ല ആംബിയൻസ്. ഇവിടുത്തെ തെങ്ങിലെല്ലാം നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ തലയിൽ വീഴാണ്ടിരിക്കുക. അത് അവർ കെയർഫുള്ളാണ്, ഗസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ എന്ത് രസമുള്ള സ്ഥലമല്ല ഇതെല്ലാം. 3 പ്രോപ്പർട്ടീസും എക്സലൻറ്റ്. താഴോട്ട് പോകുമ്പോൾ നല്ല കാറ്റായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇച്ചിരി കാറ്റ് കുറവുണ്ട്, ഞാൻ കുറച്ച് വേർക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഈവനിങ് ടൈം ആയി വരുന്നല്ലേ ഉള്ളൂ. 5:15, 5:30. നമ്മൾ കുട്ടിയമ്പലം പോലെയുള്ള ഇവിടുത്തെ എന്താ പറയുക, വാതിലിലൂടെ നടന്ന് പാത്വേയിലൂടെ നടന്ന് നമ്മൾ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് പോകും. അപ്പോൾ മോളും പുടുമോളൊക്കെ വരും അപ്പോഴത്തേക്കും ഇങ്ങോട്ട്. ഓക്കെ, താങ്ക് യു പുടുമോളെ. അയ്യോ അയ്യോ, കള്ളച്ചിരി നോക്ക്, കള്ളച്ചിരി. എൻ്റെ കൊള്ളച്ചിരി അതിങ്ങനെ കുഞ്ഞു വാതിൽ അതുവഴി നമ്മൾ ബീച്ചിലേക്ക് പോകും. മോൾ ആദ്യമായിട്ടല്ലേ ബീച്ച് കാണുന്നത്? പുടുമോൾ ഫസ്റ്റ് ടൈം അല്ലേ അനു ബീച്ച് കാണുന്നത്? ഫസ്റ്റ് ടൈം. ഇവിടെ നിന്ന് നമ്മളൊരു പാത്വേ പോലെ ഉണ്ട് കേട്ടോ കടലിലേക്ക്. വാവ്, നോക്കേ, സോ ബ്യൂട്ടിഫുൾ. അതായത് ജൂൺ ജൂലൈ മാസം ആകുമ്പോൾ കടൽ ഇവിടം വരെ വരും. അപ്പോൾ ഈ ഭാഗം വരെ വരും. അതെ, ബെഡൊക്കെ പിന്നെ ഇവിടെ ഇടേണ്ടി വരും. പക്ഷേ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ വീണ്ടും കടൽ ഇതുപോലെ പിറകിലേക്ക് പോകും. കണ്ടോ, സൺസെറ്റ് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പക്ഷേ മേഘങ്ങളുള്ളത്, ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മിസ്സാവാൻ ചാൻസസ് ഉണ്ട്. എങ്ങനെയുണ്ട് മോനെ മണ്ണിലൊന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. പുഴു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബീച്ചിൽ വരുന്നത്. എന്തൊക്കെയോ പറഞ്ഞു. നനവുണ്ട്. ഇവിടം വരെയൊക്കെ വരും. ഹൈ ടൈഡാണ്, വെള്ളം കയറി വരും. നമുക്ക് അധികം അങ്ങോട്ട് പോകണ്ട. വെയിറ്റ്. അയ്യോ, ഇവനങ്ങ് പോവാനോ കടലിലോട്ട്. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നാൽ മതി. എക്സൈറ്റ്മെൻറ്റ്. One little blue fish swimming in the water. One little blue fish swimming in the water. Bubble. വെരി ഗുഡ്. അയ്യോ, എവിടെ പോകുന്നു മോനെ? പേടിച്ചോ? അവൻ്റെ കാല് വണ്ടിനടിയിലായി പോയി. ഇതാ വരുന്നത് അവന് പേടിയായി കേട്ടോ. അച്ഛോ, പേടിക്കുട്ടി. പേടിയായമ്മ. ഓ, ഇതാ അവന് കാലിൽ മണ്ണ് വെള്ളം കാല് പൊക്കി നിൽക്കുന്നു. അയ്യോട്ടാ, അതെ വരുന്നത്. കാല് മാത്രം കഴുകിയിട്ട് മോനെ എടുക്കാം. Waves. The sea and the waves. Wow. ജൂൺ ജൂലൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം എല്ലാം കടലായിരിക്കും. ഇവിടം വരെ, ആ പാറ വരെ വെള്ളം കയറും. ഇറ്റ് ഈസ് ഓൾ കടൽ. അപ്പോൾ ബീച്ചില്ല ആ സമയത്ത്. ഓ, പക്ഷെ പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകണം വീണ്ടും ബീച്ച്. ഇതിപ്പോൾ സീസൺ ടൈമാണ്, അതുകൊണ്ടാണ് ഈ സമ്മർ ടൈമിലാണ് ബീച്ച് വരുന്നത്. കടൽ പുറകോട്ട് പോകുന്നു.
ഇവിടെ എത്ര നേരം വേണമെങ്കിലും കടൽ നോക്കിയിരിക്കും, അതൊരു രസമുള്ള കാര്യമാണ്. ഓ യെസ്, പുടു കം ഹിയർ, യു ക്യാൻ പ്ലേ വിത്ത് സാൻഡ്. ദേ ഇവിടെ ഇരുന്ന് കളിക്കാം. മോള് നോക്കതേ, ഇത് നോക്ക്. ഹായ് ഹായ്, ഇങ്ങനെ വന്നേ, നമുക്ക് കാസിലുണ്ടാക്കി കളിക്കാം. ദേ നോക്കൂ പുടുവിൻ്റെ കളി, മണ്ണിൽ കളിക്കുന്ന പുടു. സന്തോഷമായോ? അദ്ദേഹത്തെല്ലാം മണ്ണാണേ. വരുന്നില്ല പോവാൻ, മണ്ണിൽ കളിച്ചങ്ങ് ഇഷ്ടമായി. ഓ ആയിക്കോട്ടെ, താങ്ക് യു. മണ്ണിഷ്ടമായി, വരുന്നില്ല. അപ്പോൾ നമ്മളിവിടുന്ന് മണൽത്തീരത്ത് നിന്നും സ്നാക്ക് കഴിച്ചിട്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകാം. ഹോട്ട് പക്കോറാസ് ആൻഡ് ബനാന ഫ്രൂട്ട്, പഴംപൊരി, നമ്മുടെ ഉടനെ ജ്യൂസ്, വാട്ടർമെലൺ, ബ്യൂട്ടിഫുൾ ആംബിയൻസ് എൻജോയ് ചെയ്ത് നമ്മൾ നമ്മുടെ ഈവനിങ് വൈബ്സ്. നല്ല പഴംപൊരിയാണ് കേട്ടെ. നമ്മുടെ പക്കോറാസ് വിത്ത് പുതിന ചട്നി. ഐസ് ക്യൂബ്സ് ഉപയോഗിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഫ്രഷ് ജ്യൂസ് വിത്തൗട്ട് ഷുഗർ. പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഷുഗർ എക്സ്ട്രാ കിട്ടും, ബ്രൗൺ ഷുഗർ. ഒരു ഷിപ്പ് വരുന്നു. അയ്യോ ദേ ഇത് ഷിപ്പ് റൂട്ടാണ് കേട്ടോ. രാത്രി നമ്മളിവിടെ ഇരിക്കുമ്പോൾ അതെ ആടിപ്പൊളി ഷിപ്പ് പോകുന്നത് കാണാം. ഓനെ നോക്ക്, ഇവിടുത്തെ ആംബിയൻസ്. നമ്മൾ ബീച്ച് കണ്ടുകൊണ്ടാണ് ഇവിടെ കഴിക്കുന്നത്. ഓക്കെ, ദാ മോളിരിക്കുന്നു. ഒരു ഹായ് പറയൂ. വിഷ്ണു ചേട്ടൻ യൂട്യൂബ് ഫാമിലിക്ക് ഒരു ഹായ്. ഹായ് 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 ഫ്രം ദുബായ്. എന്ത് ചെയ്യുന്നു ചേട്ടാ? ചായ ഉണ്ടാക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ ചായ്. സൂപ്പർ ചായ്. ഓക്കെ, എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ഒരു ഈവനിങ് കൊണ്ട് നമ്മൾ ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. കാര്യം ഞങ്ങൾ നാളെ രാവിലെ തന്നെ പോകും. അനുവിന് നാളെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിടും. അങ്ങനെ മനോഹരമായ 2 ദിവസം ഈ ഒരു പ്രോപ്പർട്ടിയിൽ, അതായത് ആയൂർ സോമ, അതിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് മണൽ തീരം. ആൻഡ് 3 സിസ്റ്റർ കൺസേൺസ് ആണ്, എല്ലാം അടുത്തടുത്ത്. സോമതീരവും ഓക്കെ 3 പ്രോപ്പർട്ടീസും കണ്ടു. യെസ് ഇനി ബൈ പറയും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അല്ല അനു? യാ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനും ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും എല്ലാ സംവിധാനമുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. Love you all. Okay, Mone, bye. Bye.